ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളിന്ന് ചെടിയൊക്കെ നനയ്ക്കുകയാണ്. ഇതിപ്പോൾ മാറ്റി നട്ടിട്ട് ഒരു 1.5-2 ദിവസം ആവാറായി. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അങ്ങനെ തന്നെ വാടിയിരിക്കുന്നുണ്ട്. വളർന്നു വരുമെന്ന് ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ നനച്ചു കൊടുക്കുന്നത്. ബുഷ് ഓറഞ്ച് മരമായാലും അതിലുണ്ടാവുന്ന ഓറഞ്ച് ആയാലും കല്ല് പോലെ അങ്ങനെ നിൽക്കണം. കാരണം അതിന് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. മാറ്റി നട്ടുവെന്ന് പോലും അതിനറിയില്ലായിരിക്കണം. ഇതും പതുക്കെ വാടി തുടങ്ങി. ശരിയാവോ എന്തോ. ഒരാവേശത്തിൻ്റെ പുറത്ത് ഓരോന്ന് ചെയ്തു വെച്ച് കഴിയുമ്പോഴായിരിക്കും പിന്നെ വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടാവുന്നത് തന്നെ. നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണെങ്കിൽ ഇനിയും പുഷ്പിച്ചിട്ടില്ല. ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്നു. ഇത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇത് നമ്മൾ കപ്പളമരം വെട്ടിയപ്പോൾ എടുത്ത് വെച്ചാണ്. ഇത് അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്, കല്ല് പോലെ തന്നെ. നമ്മുടെ കോവലത്തിൻ്റെ കുറച്ച് അവശേഷിപ്പുകളാണ്. അത് അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇനിയും വളർന്നു വരുമ്പോൾ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ അമ്മക്ക് പറഞ്ഞു. പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഈ ചെടി കാണുമ്പോൾ എനിക്ക് പനിനീർച്ചാമയൊക്കെ ഓർമ്മ വരും. പിന്നെ ഇതേ വേറെ ഏതൊരു ചെടി. പിന്നെ കൂടുതലും നമ്മൾ റോസാ ചെടികളാണുള്ളത്. ഇതാ വലിയ പുഴു തിന്നാണ്ട് നമ്മൾ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ച റോസയാണ്. എല്ലാ ചേച്ചിക്കേടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തോ ഒരു മരുന്ന് അടിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ഇട്ടുണ്ടായി. ഞാൻ എന്തായാലും അത് ചെയ്തിരിക്കും. സമയമില്ലാത്തതുകൊണ്ടാണ്. റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണെന്നോ. നമ്മുടെ പച്ചക്കറി ചേട്ടനാണ്. വൈകുന്നേരം ആകുമ്പോഴാണ് ആള് വരുന്നത്. ആളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ്. ഓരോന്ന് തീരണനുസരിച്ച് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കുറച്ച് റെക്കോർഡ് ചെയ്യുന്നതാണ് ആള് പറയണത്. അങ്ങനെ നമ്മൾ കുറച്ച് ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ മാങ്ങ, ഏത്തപ്പഴം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. 6 കൂട്ട് സാധനങ്ങൾ മേടിച്ചു. എല്ലാം 20 രൂപ 20 രൂപ വെച്ചാണ് മേടിച്ചത്. കുറച്ചാണ് മേടിച്ചിട്ടുള്ളൂ. അങ്ങനെ മൊത്തം 120 രൂപയായി. ഇവിടെ ഇങ്ങനെ പച്ചക്കറി വണ്ടി, മീൻ വണ്ടി, ഡ്രസ്സും കൊണ്ട് വണ്ടി, പലഹാരം കൊണ്ട് വണ്ടി, അങ്ങനെ കുറേ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. അതെല്ലാവർക്കും ഒരു ആശ്വാസമാണ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ മേടിച്ച് വെക്കാനൊക്കെ ഉപകാരപ്പെടും. കടയിലേക്ക് ഓടണ്ടല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് ദിവനെ കണ്ടത്. അങ്ങോട്ട് തിരിഞ്ഞ് കാണും. ഹലോ, ബൈ ബൈ. ഇതാണ് നമ്മൾ ഇപ്പം വാങ്ങിച്ച 2 മാങ്ങ. ഇത് നേരത്തെ പോലെയൊക്കെയാണ്. ഇതിനെ പ്രിക്സ് ആയി പോയിട്ടുണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്, നമ്മൾ എന്തായാലും ഉണ്ടാക്കണം. അമ്മയോട് നമ്മൾ കുറച്ച് പാപ്പം മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ഗൈസ്. അമ്മ നമുക്ക് ഇത്രയും പാപ്പം മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചായ കുടിക്കാനുള്ള പാപ്പങ്ങളായി. ചായ കുടിയൊക്കെ നിർത്തിയതായിരുന്നു. എന്തെങ്കിലും ഓട്ടെ. അപ്പം അത്രയുള്ളൂ. ബൈ.